എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങളിപ്പം വന്ന് ചോദിച്ചപ്പോൾ ആണ് ഞാൻ അറിയുന്നത്. ഹലോ ഫ്രണ്ട്സ്, റീലും റിയലും എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമ്മിണി. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ 2 ദിവസം മുൻപ് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്, അതിനെക്കുറിച്ചാണ്. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള നിലയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നീനു കെവിൻ എന്ന് പറയുന്ന 2 പേര് അവർ വിവാഹം കഴിച്ചു. സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചു. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ആ വിവാഹം ഇഷ്ടമായിരുന്നില്ല. അപ്പൊ അവര് ആ ആൺകുട്ടീനെ ക്രൂരമായി കൊന്നുകളഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാനക്കൊല എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ആ കൊലയെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങള്, പിന്നീട് ആ പെൺകുട്ടി ജീവിച്ച ജീവിതം, പിന്നീട് അതിന്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങള്, ആ കുട്ടി പഠിക്കാൻ പോയത്, ആ കുട്ടി ആ കെവിന്റെ വീട്ടുകാരോട് കൂടെ നിന്നത്, ഇതൊക്കെ പറഞ്ഞ് ധാരാളം വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ട്, പലരും അങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് വീണ്ടും വാർത്തയിൽ, ഇപ്പൊ ഈ സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 8 വർഷം മുൻപാണ്. അപ്പൊ വീണ്ടും അത് വാർത്തയിൽ നിറയാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ നീനു വീണ്ടും വിവാഹിതയായി എന്നൊരു വാർത്ത ഈയിടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. നീനു ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. MSW ആയിരുന്നു പഠിച്ചിരുന്നതെന്ന് പലരും കെവിന്റെ അച്ഛനൊക്കെ ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നീനു അവിടെ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നീനു കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനെ, വയനാട് സ്വദേശിയായ ഒരു പയ്യനെ വിവാഹം കഴിച്ചു എന്നൊരു വാർത്ത. അപ്പൊ ഈ വാർത്ത വന്നു. ഈ കെവിന്റെ അച്ഛനാണ് ഈ വിവാഹം നടത്തി കൊടുത്തത്. കൂടെ നിന്നത്, എല്ലാ കാര്യങ്ങളും കൈപിടിച്ചു കൊടുത്തത് കെവിന്റെ അച്ഛനായിരുന്നു. അപ്പൊ ഈ ദുരഭിമാന കൊലയിനെ തുടർന്നുണ്ടായ വിഷമം, കേസുകള്, പ്രശ്നങ്ങള്, ആ സമയത്ത് നീനു എല്ലാരോടും പറഞ്ഞിരുന്നു, ഞാൻ കെവിന്റെ കുടുംബത്തോട് കൂടെ നിൽക്കും, ആ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായം, കെവിൻ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു അതെല്ലാം ഞാൻ ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ തുടർന്നുള്ള പഠിപ്പൊക്കെ കെവിന്റെ വീട്ടുകാരനെയായിരുന്നു നോക്കിയിരുന്നത്. അങ്ങനെ ആ കുട്ടി ബാംഗ്ലൂര് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ആണ് ഇത്രയും കാലം കഴിഞ്ഞുപോയി. ഇപ്പൊ ഈ പെൺകുട്ടി വിവാഹിതയായി എന്നുള്ള ന്യൂസ് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പലതരം അഭിപ്രായങ്ങൾ പൊന്തി വന്നു. എല്ലാവർക്കും അതിൽ വളരെ സന്തോഷമാണ് കേട്ടോ. കാരണം ഒരു കുട്ടിയുടെ ജീവിതം വെറുതെ നശിച്ചു പോകേണ്ടതല്ല, ആ കുട്ടി നല്ല നിലയിൽ ജീവിക്കട്ടെ എന്നുള്ളതിൽ തന്നെ ഒരുപാട് പോസിറ്റീവ് കമന്റുകള്, അഭിപ്രായങ്ങള് ഒക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഇത് ഫേക്ക് ന്യൂസ് ആണ്, ഈ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, വെറുതെ പറയാണ് എന്നൊക്കെ പലരും വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നു. അടുത്ത വീട്ടിലെ സ്ത്രീയുടെ വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്നു. അങ്ങനെ പല വാർത്തകൾ ഉണ്ടായി. അതിനുശേഷം പിന്നെ ഓരോരുത്തരായിട്ട് അന്വേഷിക്കാൻ തുടങ്ങി, ശരിക്കും ഈ വിവാഹം കഴിഞ്ഞോ അതോ നടന്നിട്ടില്ലേ, വെറുതെ പറയുന്നതാണോ. അപ്പൊ പലരും 1-2 ദിവസം മുൻപൊക്കെ വീഡിയോ ചെയ്തു, വിവാഹം നടന്നു, വയനാട് സ്വദേശിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. പക്ഷെ ഈ വിവാഹം നടത്തി കൊടുത്തത് കെവിന്റെ അച്ഛനല്ല, നീനുവിന്റെ വീട്ടുകാര്, എന്ന് വെച്ചാൽ അമ്മയുടെ ഫാമിലിയാണ് ഈ വിവാഹം നടത്തി കൊടുത്തത് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നു. അപ്പോ ശരിക്ക് നീനുവിന്റെ വീടുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ. കാരണം നീനുവിന്റെ ബ്രദർ ജയിലിലാണ്, നീനുവിന്റെ അച്ഛൻ ജയിലിലല്ല, അച്ഛന്റെ കേസിന് വെറുതെ വിട്ടിരുന്നു. ഞാൻ മുൻപ് ചെയ്ത വീഡിയോയില് അച്ഛനും പ്രതിയാണെന്നുള്ള രീതിയിൽ കൊടുത്തിരുന്നു. പക്ഷെ അതിന്റെ തെറ്റായിട്ടുള്ള ധാരണയാണ്. അച്ഛൻ പുറത്ത് ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനായിട്ട് പുറത്തുണ്ട്. പക്ഷെ നീനുവിന്റെ ആങ്ങള, അതേപോലെ ഒരുപാട് റിലേറ്റീവ്സ് ആ കൊലപാതക സംഭവത്തിൽപ്പെട്ടിട്ടുള്ള കുറെ ആളുകൾ പ്രതിയായിട്ട് ഇരട്ട ജീവപര്യന്ത അനുഭവിച്ചിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തില് ആ വീഡിയോ ആയിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് നീനു പറഞ്ഞിരുന്നു. എന്നിട്ട് ഈ നീനുവിന്റെ അമ്മയുടെ വീട്ടുകാരെ എങ്ങനെ കല്യാണം നടത്തി കൊടുത്തു എന്നുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു. എന്തായാലും ആ കുട്ടി കല്യാണം നടന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. എല്ലാവരും ആ കുട്ടി സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ അനുഗ്രഹിച്ചു. ഇപ്പൊ ഇതിൽ വന്നിട്ടുള്ള ഒരു പുതിയ സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ കെവിന്റെ അച്ഛൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം വേണമെന്ന് വെച്ച് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നതല്ല. നമ്മളെ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത അറിയാലോ, എല്ലാവരും പുതിയ വാർത്തകൾ കിട്ടാൻ വേണ്ടിയിട്ട് മൈക്കും പിടിച്ച് എല്ലാവരുടെയും പുറകെ നടന്ന് കുത്തി കാര്യങ്ങൾ ചോദിച്ച് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഒരു ചാനല് ഇതേപോലെ കെവിന്റെ അച്ഛനെ കണ്ടുപിടിച്ച്, അച്ഛൻ വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പ് ചെന്നിട്ട് അദ്ദേഹത്തിനോട് ഇതിനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ അദ്ദേഹം കുറച്ച് ദേഷ്യത്തിലോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയില്ല അങ്ങനത്തെ രീതിയിൽ കുറച്ച് ഹാർഷായിട്ടാണ് ഇവരോടൊക്കെ പെരുമാറിയതും പറഞ്ഞതും. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങളിപ്പം വന്ന് ചോദിച്ചപ്പോൾ ആണ് ഞാൻ അറിയുന്നത്. ഇതുപോലെ പലരും ഈ ചാനലിൽ നിന്നൊക്കെ വിളിച്ചെന്നോട് ചോദിച്ചു, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അവരുടെ കറക്റ്റ് അറിയണമെങ്കിൽ വീട്ടുകാരോട് തന്നെ ചോദിക്കുക. ഇതിനകത്ത് ഇട്ടതാരാ, അവരോട് ചോദിക്കുക. എനിക്കറിയത്തില്ല.
അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, താങ്കളാണോ നീനുവിന് കൈ പിടിച്ചു കൊടുത്തത്? അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ ആരുടെയും കൈയൊന്നും പിടിച്ചു കൊടുത്തിട്ടില്ല, എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ പറഞ്ഞു, അങ്ങനെ വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നോടും പലരും വിളിച്ചു ചോദിച്ചു, പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല, നിങ്ങൾ പറഞ്ഞ അങ്ങനെ വാർത്തയൊക്കെ കൊടുത്തവരോട് പോയി ചോദിക്കുക, അല്ലാതെ എനിക്ക് അങ്ങനെ അറിയാന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചൂടായി സംസാരിച്ചു. അപ്പൊ ഇതിന് രണ്ട് വശം ഉണ്ടായിരിക്കാം. ഒരു പക്ഷെ നീനു എന്ന് പറയുന്ന കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അങ്ങനത്തെ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ആള് പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ പെൺകുട്ടി കെവിന്റെ ഓർമ്മകളിൽ ജീവിക്കുന്നത് വളരെ നല്ല കാര്യം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് നല്ല ജീവിതം കിട്ടണം, വീണ്ടും വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ വിഡ്ഢിയാക്കുന്ന രീതിയിലുള്ള ഒരു ന്യൂസ് പുറത്തുവിട്ടത് ആരാണെങ്കിലും അയാള് സത്യത്തിൽ ലജ്ജിക്കേണ്ട കാര്യം തന്നെ ഉണ്ട്. ഇങ്ങനത്തെ വാർത്തകളൊന്നും പുറത്തു വിടാതിരിക്കണം. ഇനി ഒരു പക്ഷേ ഇതേപോലെ നീനുവിന് ഈ കെവിന്റെ വീടുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ല, ആ കുട്ടി വീണ്ടും തിരിച്ച് സ്വന്തം വീടുമായിട്ട് ബന്ധം സ്ഥാപിക്കും, അവിടെ തുടരുവാണ് ചെയ്തതെന്ന് വെച്ചാലും ഒരു പക്ഷേ കെവിന്റെ അച്ഛൻ ഈ വാർത്ത അറിയാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നറിയില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് വ്യക്തമായിട്ടല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നത്, എനിക്കറിയില്ല അതിനെക്കുറിച്ച്, നീനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല എന്നാണ് പറയുന്നത്, അല്ലാതെ നീനുവിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. എന്തായാലും ഇത് എന്തായിരിക്കും, നടന്നോ വിവാഹം നടന്നില്ലേ എന്നൊക്കെ വീണ്ടും ചർച്ച വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ആ കുട്ടിയുടെ ജീവിതമാണ്, ആ കുട്ടി നന്നായിട്ട് ജീവിക്കട്ടെ, വിവാഹം കഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ, ഇനി കഴിച്ചില്ല വെച്ചാൽ അങ്ങനെ ജീവിക്കട്ടെ. വെറുതെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇടപെട്ട് അതിനെക്കുറിച്ച് കുത്തി വാർത്തകൾ ഉണ്ടാക്കി മറ്റുള്ളവരുടെ ജീവിതം ദുരിതമാക്കാതിരിക്കാൻ ഈ ചാനലുകളൊക്കെ ശ്രമിക്കണം എന്നാണ് തോന്നുന്നത്. അപ്പൊ എല്ലാവർക്കും നന്ദി.